എന്തെല്ലാം ഭംഗിയുള്ള കളക്ഷൻസ്. ചേട്ടാ ചേട്ടാ നിങ്ങൾ നോക്ക്, ഈ നെക്ലസ് ഞാൻ ഇട്ട പൊളിയായിരിക്കൂലേ? എന്താന്ന് ചേട്ടാ അടിപൊളിയായിരിക്കും. ഓ എങ്കിൽ എനിക്കിത് വാങ്ങിച്ചു തരുമോ? ചുമ്മാ 5-10 കൊടുത്ത കിട്ടുന്ന സാധനമൊന്നുമില്ല. ഇതൊക്കെ സ്വർണ്ണം, ഇത് ലക്ഷങ്ങളാവും. ഹെവി സാധനം. എന്താ ചേട്ടാ ഒന്ന് വാങ്ങിച്ചതാ. ചിന്നു, ഈ രാമേട്ടന്റെ കയ്യിൽ പൈസ ഇല്ല നിനക്ക് അറിഞ്ഞൂടെ? തുടങ്ങി ദാരിദ്ര്യം പറയാനായിട്ട്. എന്താ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ അത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനവും ചേട്ടനും സമാധാനവും. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ നിനക്ക് സമാധാനമാവും. ഞാൻ പറഞ്ഞോണ്ടല്ലോ, അത് പറഞ്ഞതിന്റെ അടുത്ത സെക്കൻഡ് നീ പറയും എപ്പോ വാങ്ങിച്ചു തരും, എപ്പോ വാങ്ങിച്ചു തരും. അതോടെ എന്റെ സമാധാനം പോകും. ഓ, സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിലേ ഭാര്യമാരെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വാങ്ങിച്ചു കൊടുക്കും. എന്റെ കൂട്ടുകാരി ജാമിഷയുടെ ഭർത്താവ് സൈഫിക്ക് അവളൊരു ലാപ്ടോപ്പ് വെച്ചപ്പോ അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുത്തറിയാമോ? ജാമിഷയുടെ ഭർത്താവ് സൈഫ് അവൻ ഹോട്ടല് മുതലാളി, പെരിയ മനുഷ്യൻ. അതുപോലെ ഞാൻ എക്സ് ഗൾഫടി, എന്റെ എണ്ണിച്ചുട്ടാ അപ്പൊ പോലെ കുറച്ച് പൈസ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ്. എന്തോന്ന് വാങ്ങിച്ചു തരൂ? ചെറിയൊരു വള മതിയാ? വള എങ്കിൽ വള വാങ്ങിച്ചു തരൂ. മൂക്കുത്തിയല്ലേ? ഡയമണ്ട് മൂക്കുത്തി വാങ്ങിച്ചു തരൂ. വാങ്ങിച്ചു തരൂ. നമുക്ക് നല്ല വലിയ അമേരിക്കൻ ഡയമണ്ട് ഉള്ളതാവട്ടെ. അങ്ങനെ നീ സമ്മാനിക്കുന്നില്ലല്ലോ. എവിടെ വരുന്ന? ഞാൻ ജനിച്ചം വരെ പോയിരുന്നു മക്കളെ. എന്തിന്? ചായ കുടിക്കാൻ. എന്തോന്ന്? ഒന്നുമില്ല. പരിപ്പടയല്ലേ? പരിപ്പട എനിക്ക് ഇവിടെ തരൂ. പരിപ്പടൊന്നും അല്ലടാ, പൈസ. ഇത്രയും പൈസ എവിടെ നിങ്ങട്? തരാം. ഞാൻ തരൂല. അത് എന്റെ ജോലി നോക്ക്. എവിടെ നിന്ന് ഇത്രയും പൈസ? ചോരടി എവിടെ നിന്ന്? എവിടെ നിന്ന് ചോര? നീ ചോരടി ഇവിടെ നിന്ന് ചോര. മാമ ഇതെവിടെ നിന്ന്? അതൊക്കെ ഉണ്ട്. പറ മാമ. അതൊക്കെ കിട്ടി. എങ്ങനെ? അത് പറ. പ്രാവശ്യത്തെ ഓണ ഫണ്ട് എനിക്കാണ് വരുന്നത്. എത്ര ഉണ്ട്? 10,000 രൂപയുണ്ട്. 10,000 രൂപ? ഇത് കഴിച്ചിട്ട് നമ്മളൊരു വാക്ക് പറയാത്തത്? നിന്റെ അടുത്ത് ഞാൻ പറയണോ എനിക്ക് പൈസ കിട്ടി എന്നുള്ള കാര്യം? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവന്റെ അടുത്ത് പറയുമ്പോൾ ഞാനേ എനിക്ക് കുറെ ഡ്രസ്സുകളൊക്കെ എടുക്കാറുണ്ട്. എനിക്ക് വെളിയിലൊക്കെ പോകുമ്പോഴേ കല്യാണത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇല്ല മക്കളെ. ഇതിൽ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ചിട്ടി കെട്ടിയതായിരാ. അത് അഴുക്ക സ്വഭാവം. എന്താ അഴുക്ക സ്വഭാവം? പൈസ കിട്ടിയിട്ട് സ്വന്തം ഡ്രസ്സ് മാത്രം വാങ്ങി ആർക്കും വാങ്ങിച്ചു കൊടുക്കാതെ. എടാ എന്റെ ആവശ്യത്തിനല്ലേ ഞാൻ ചിട്ടി കെട്ടണത്, അല്ല നിന്റെ ആവശ്യത്തിനല്ലല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് 2 ചുരിദാർ എടുത്തരായിരിക്കൂല അല്ലേ മാമ? അതാണ്. അത് മാത്രല്ല എനിക്കൊരു ലഹങ്ക എടുത്തരാതെ അപ്പൊ പുതിയ ഡ്രസ്സ് എടുത്തിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. തോന്നൂല. അങ്ങനെയല്ല, അങ്ങനെ ഇടൂല. അല്ല, അതിൽ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? എന്റെ സൈസിലുള്ള ഡ്രസ്സൊക്കെ ഓൺലൈനിലേ കിട്ടുള്ളൂ. ഓൺലൈനില്. ഓൺലൈൻ കൊള്ളാം. അതാകുമ്പോ കുറെ കളക്ഷൻസ് ഉണ്ട്, അത് മതി. അത് മാത്രല്ല നമ്മൾ എല്ലാരും കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടും കിട്ടും. എന്ത് പറയണം മാമ? എനിക്ക് ഓൺലൈൻ ഒന്നും ശരിയാവില്ലെന്ന് അച്ഛൻ പറയണത്. നല്ല രസ്യം ഗ്ലോമർക്ക് അതിനകത്ത് ഡ്രസ് ഉണ്ട്. നല്ല അച്ഛനെ പറ്റിയ ഡ്രസ്സുണ്ട്, രസ്യം ഡ്രസ്സുണ്ട്. അപ്പൊ ഓൺലൈനിൽ വാങ്ങിക്കാം. അയ്യോ, അപ്പൊ നമ്മുടെ അടുത്ത് പോയി ഡ്രസ് മേടിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ എന്തിനാ പോക്കറ്റ് കാശിന്? ഓൺലൈനിൽ വാങ്ങിക്കാം. അല്ല, ഓൺലൈനിൽ വാങ്ങിക്കാൻ പൈസ വേണ്ടേ? ഓ, അവിടെ കാശ് കൊടുക്കണോ? പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്. അതേ വേണ്ടടേ, ഞാൻ കൊണ്ടുപോയി അടയ്ക്കാം. അച്ഛൻ എങ്ങനെ കൊണ്ടുപോയി അടയ്ക്കും? നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചാലേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ എന്റെ അപ്പൊ പൈസ വേണ്ടേ? ഓ അങ്ങനെ. അന്നാ വെക്കടാ പൈസ. അപ്പൊ ഇങ്ങോട്ടെ ഞാൻ വെച്ചിരിക്കാം. അവിടെ നിന്ന് പൈസ വാങ്ങിച്ചേക്കാൻ കൊള്ളാം. എനിക്ക് ഈ ഡ്രസ് എടുത്ത് തരണം, പറഞ്ഞിട്ടാണ്. അച്ഛനെ വാങ്ങിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഡ്രസ് വാങ്ങി അല്ലേ ചിന്നു? തന്നെ അച്ഛന്നാ മതി. പിന്നെ സെറ്റാക്കാം. ശരി ശരി ശരി. അങ്കിൾ എന്ത്?
ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വാങ്ങിക്കോ വാങ്ങിക്കോ പിന്നെ